ഡേ എന്ന് വേഗം വാ. ഇവിടെ പോയി കിടക്കും. നീ ഇവിടെ പോയി കിടക്കും. അയ്യോ, ഈ ബൈക്കിനകത്താണോ പോന്നേ? പിന്നല്ലേ കാറിൽ പോയാൽ മതി. ഈ ചൂടും വെയിലത്തും എനിക്കൊന്നും വയ്യ വണ്ടി വരാൻ. പിന്നെ കാറ് എണ്ണയുടെ വില കുത്തനെയാണ് കയറുന്നത്. ഗ്യാസില്ല, ഓരോ ഹോട്ടലിൽ അടച്ചു പൂട്ടാൻ തുടങ്ങി. പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ പമ്പ് അടയ്ക്കും. ഒരു പമ്പും അടയ്ക്കാൻ പോകുന്നില്ല. പെട്രോളും കിട്ടും, ഗ്യാസും കിട്ടും. ഇവിടെ ഭരിക്കുന്നതേ മോദിജിയാ. കിട്ടും നോക്കിയിരുന്നാച്ചാൽ മതി. ഇറാനിലും ഇറാഖിലും മറ്റേ UAE അടി തുടങ്ങിയിട്ടുണ്ട്. അവിടെ പൊട്ടിച്ചോണ്ടിരിക്കും ഓരോ തമ്മിൽ. അവിടെ കിടന്ന് പൊട്ടിക്കത്തേ ഉള്ളൂ. ഇത്രയും സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടേ നമ്മുടെ നാട്ടില് വിലക്കയറ്റോ ഇന്ധനക്ഷാമോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ബസ്റ്റ് നീ എന്നാണോ ഇതിന്റെ മണ്ടക്കിടക്കെ പോകുന്നത്? പണ്ടേ ഗൾഫിൽ ചെറിയൊരു പ്രശ്നം വന്നാൽ തന്നെ ഇന്ത്യ കിടുകിടെ വിറയ്ക്കുമായിരുന്നു. എന്നാൽ ഇപ്പൊ അതൊന്നും നടക്കത്തില്ല. കാരണം എന്താണെന്ന് അറിയാലോ, മോദിജിയുടെ ഭരണമാ. അതൊക്കെ ശരി തന്നെ. ബൈ ചാൻസ് ഇവിടുത്തെ ഇന്ധനം പറ്റി കാര്യങ്ങളൊക്കെ തീർന്നു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതെ, എന്ത് പ്രതിസന്ധി ഉണ്ടായാലും 74 ദിവസത്തേക്ക് അതിജീവിക്കാൻ വേണ്ടി പെട്രോളിയം പിന്നെ പാചകവാതകത്തിന്റെ എല്ലാ സജ്ജീകരണങ്ങളും മുൻകൂട്ടി മോഡി സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. ഇത്രയും യുദ്ധം നടക്കുമ്പോഴും ഇറാൻ മറ്റു കപ്പലുകളിൽ തടഞ്ഞപ്പോഴും സുരക്ഷിതമായിട്ട് ചരക്ക് കപ്പലുകളെല്ലാം ഇവിടെ കൊണ്ടെത്തിച്ചതേ മോദിജിയുടെ ഭരണം കൊണ്ടാ. ദേ തീർന്നില്ല. പണ്ട് ഇന്ധനങ്ങൾക്കായിട്ടേ ഗൾഫ് രാജ്യങ്ങളെ ആയിരുന്നു നമ്മളൊക്കെ ആശ്രയിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് 40-ലധികം രാജ്യങ്ങളിൽ നിന്നാണ് ക്രൂഡ് ഓയിൽ നമ്മുടെ രാജ്യത്ത് എത്തുന്നത്. മനസ്സിലായ? ഇന്നത്തെ ഈ ഇന്ധന പ്രതിസന്ധിയെ യൂറോപ്പിനെയും പിന്നെ നമ്മുടെ സിംഗപ്പൂർ രാജ്യത്തെയൊക്കെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഈ ഒരു പ്രശ്നം കാരണം പിള്ളേർക്ക് സ്കൂളിൽ പോലും പോകാൻ പറ്റത്തില്ല. എല്ലാവരും വർക്ക് ഫ്രം ഹോമുമായിട്ടാണ് ഇരിക്കുന്നത്. എന്നാലേ ഈ ഇത്തരം പ്രശ്നങ്ങളൊന്നും നമ്മുടെ ഇന്ത്യയെ ബാധിച്ചിട്ടില്ല. അത് ആദ്യം മനസ്സിലാക്കണം. നീ കാറെ കയറി പോയാ പോരെ? സഹായം തേടി എത്ര രാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നറിയോ? ബംഗ്ലാദേശ്, മാൽദീവ്സ്, ശ്രീലങ്ക. മനസ്സിലായി.